എന്ന് പറയുന്നത് തന്നെ സമസ്തൻ്റെ വലുപ്പമാണല്ലോ. നിങ്ങളങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂടെ ചെയ്ത് നോക്ക്. എങ്ങനെ? കുളിച്ചിട്ടൊരു 10 മിനിറ്റ് ചുമ്മാ ഇരിക്കും. ആ സമയത്ത് പത്രം വായിച്ചോളി. പത്രം ഇങ്ങനെ ഒച്ചത്തിൽ ദിനേശ് കൂടി കമ്പനി ഒന്നല്ലോ ഒച്ചത്തിൽ വായിക്കാൻ, ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ. അല്ല പുറത്ത് ഹമ്മാമ് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലല്ലോ. കുളിച്ചിട്ട് പുറത്തിറങ്ങി ഒന്നാവില്ല ഒക്കെ തോന്നണതാണ്. ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാത്തത് കൊണ്ട് തോന്നണതാണ്. പിന്നെ ഗൾഫിലാവുമ്പോൾ പ്രശ്നം നിങ്ങൾ പറഞ്ഞൊരു വിഷയം തന്നെ. ഗൾഫിലാവുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഹമ്മാമും ചെറിയ ബെഡ്റൂമാണ്. എന്നാലും സാരമില്ല, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് വെച്ച് പുറത്ത് വന്ന് നിന്നോളി, അവിടെ വെള്ളം ഉറ്റിക്കോട്ടെ. സ്ത്രീകൾക്കും ബാധകമാണ്, എല്ലാവർക്കും. ഒന്നാവില്ല. ഇപ്പം നമ്മളിപ്പോൾ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്ത് നോക്ക്. ഞാൻ പറയാലോ, പിന്നെ ഇപ്പോൾ അടുത്ത് എപ്പോഴും തുമ്മൽ, അലർജി, ജലദോഷമുള്ള ഒരു ഹുദവി ഉണ്ടായിരുന്നു, നമ്മളെ എറണാകുളത്തുള്ളൊരു ഹുദവി ഉസ്താദ്. അദ്ദേഹം എപ്പോഴും നീരിറക്കം, തുമ്മൽ, ജലദോഷമാണ്. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. 2 കാര്യങ്ങൾ. മരുന്ന് കൊടുത്തിട്ടില്ലേ? നല്ല പ്രഗത്ഭനായ ഒരു ഹുദവിയാണ്, എറണാകുളം ആലുവയിലുള്ള നല്ല പ്രഗത്ഭനാണ്. ഇന്നിപ്പോൾ തിബുനവിൽ ഡോക്ടറേറ്റിന് വേണ്ടി അദ്ദേഹം സ്റ്റഡി ചെയ്യാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഫിസിക്കൽ ഗുണം കൊണ്ടാണ്. എപ്പോഴും നീരിറക്കം, തുമ്മൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ 2 കാര്യം ചെയ്യണം. ഒന്ന്, തൊലി കളയാണ്ട് ഗോതമ്പ് കഴിക്കണം. തൊലി കളയാതെ കുത്തി വെളുപ്പിക്കാതെ ഗോതമ്പ് സ്ഥിരം ഏതെങ്കിലും ഒരു നേരം കഴിക്കണം. കുളിച്ചാൽ തല തോർത്താൻ പാടില്ല. അയാൾക്കിപ്പോൾ തുമ്മലില്ല, ജലദോഷമില്ല, നീരിറക്കമില്ല. എന്താണ് സാറില്ല, നല്ല ചോദ്യമാണ്. ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കും? ഒരു ചോദ്യകർത്താവിന് എങ്ങനെയാണ് ചോദിച്ചുകൂടാത്തത്? മറുപടി പറയുന്ന ആളെ ശ്രദ്ധിക്കണ്ടു. ചോദ്യകർത്താവിന് എങ്ങനെ ചോദിക്കുക കേട്ടോ. അദ്ദേഹം ചോദിച്ചത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പോലെ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റും. വേവിക്കാണ്ട് നിങ്ങൾക്ക് തിന്നാൻ പുതിയുണ്ടെങ്കിൽ തിന്നോളി ലേശം, അതിന് പ്രശ്നമില്ല. തൊലി കളയാതെ എന്ന് പറഞ്ഞാൽ ആ ഗോൾഡൻ കളറുള്ള ഗോതമ്പ്, നമ്മളെ നാട്ടിലിപ്പോൾ കിട്ടുന്ന കുത്തി വെളുപ്പിച്ച ഗോതമ്പാണ്. എങ്ങനെ? അല്ല, അത് വറുത്ത് പൊടിച്ചിട്ടോ വേവിച്ചിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം. പായസമായിട്ടോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാംസത്തിൻ്റെ എല്ല് തറിച്ചിട്ടിട്ട് വേവിക്കാം, ഗുണം കൂടും. അങ്ങനെയാണ് ഈ അലീസ എന്താണ് ദുബൈയിലൊക്കെ നോമ്പിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇവിടെ ഉണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ച ഫുഡാണത്. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഈ ഗൾഫിൽ നല്ലൊരു ഗുണമുള്ള മൂത്രാശയ രോഗത്തിനടക്കം പരിഹാരമുള്ളതാണ്. രാവിലെ 8 മണിക്ക് മുമ്പ് ബാർലി തിളപ്പിച്ച് കുടിക്കുക. കിട്ടുമെങ്കിൽ ചെയ്തോളി. ഞാൻ പറയുന്നത് മൂത്രാശയ രോഗം വല്ലാണ്ട് വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണിത്. ഒന്ന്, പിന്നെ നമ്മുടെ വെള്ളം കുടിയിലെ പ്രശ്നമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് കുബൂസ് കഴിക്കുന്നവൻ എത്ര വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല, ഈ മൈദ കുബൂസ് ആണെങ്കിൽ. കാരണം ശരീരത്തിൽ പെട്ടെന്ന് ഡ്രൈനസ് ഉണ്ടാക്കും, വരൾച്ച ഉണ്ടാക്കും. അപ്പോൾ ഗൾഫുകാരായ സഹോദരന്മാർ പറഞ്ഞാൽ നല്ലോണം വെള്ളം കുടിക്കണം, എന്നാലും മൂത്രത്തിൽ കല്ലാണ്, കിഡ്നിയിൽ കല്ലാണ്. പ്രശ്നം ഇതാണ്, കുബൂസാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അത് സൂക്ഷിച്ചാൽ തന്നെ ഒരു പരിധിവരെ പോകും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ കുളിക്കുമ്പോൾ വായിൽ വെള്ളം വെക്കണം. അതായത് കുളിച്ചിട്ട് തല തോർത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നീരിറക്കം വരുന്നവർ കുളിച്ച് തല തോർത്താതെ ഉണങ്ങുന്ന ഒരു സമയമുണ്ട്, ഒരു 10 മിനിറ്റ്. ആ സമയം വരെ വായിൽ വെള്ളം വെച്ച് നിന്നാൽ മതി. ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ. കുളി തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം വെക്കുന്നു. കുളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ശരീരം ഒന്ന് ഉണങ്ങും പെട്ടെന്ന്. ആ സമയം വരെ ഒരു 10 മിനിറ്റ് ഫിനിഷ്. കുറച്ച് ദിവസം ശീലമായാൽ നമ്മൾ ഭയങ്കര ഉഷാറുള്ള, ഭയങ്കര ഉന്മേഷം. ഇതെന്ത് ഇത്ര ഉഷാറെന്ന് നോക്കും ആള്. നിങ്ങൾ പുറത്തിറങ്ങിയത് കുളിച്ചിട്ട് അവിടെ നിൽക്കരുത് എന്ന് നിങ്ങളോട് അതല്ലേ പറയും. നിങ്ങൾ കൂടുതൽ ബാത്റൂമിൽ നിൽക്കരുത്, ഹമാമിൽ കൂടുതൽ നിൽക്കരുത്. കുളിച്ചിട്ട് വന്നിട്ട് വെള്ളം നിങ്ങൾക്ക് അഥവാ നിലത്താകുമെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് ഉപയോഗിക്കുന്നത്? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് നിലത്ത് വെച്ച് അതിൽ നിന്നാൽ പോരെ? ഇതൊക്കെ ഞാൻ പറയണ്ടില്ലല്ലോ, നമുക്ക് തന്നെ ആലോചിച്ച് ചെയ്യാലോ. ചെയ്തു നോക്കി, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ ഗുണമുണ്ടാവും. മാത്രമല്ല, ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. ഈ സെല്ലിനെ ശക്തിപ്പെടുത്താൻ വേറൊന്നിനും കഴിയില്ല. ഈർപ്പമുള്ള നെഞ്ച് ഉണ്ടാവണം. അതായത് തലയും നെഞ്ഞും നനഞ്ഞിട്ട് കുറച്ച് നേരം ഉണ്ടാവണം ഓരോ ദിവസവും. എങ്കിലേ സ്റ്റെനോയിൽ സെല്ല് ശക്തിയാവും. നമ്മളിതിന് എന്താ ബദൽ പറയാ? വേറെ ബദലില്ല. ഇവിടെ വെള്ളം നനയണം, എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ തന്നെ ഉണങ്ങിയിട്ട് അവിടെ ഉണങ്ങണം, അവിടെ വറ്റണം. എന്താ ഗുണം? ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയുന്ന സെല്ലിന് ശക്തി കിട്ടും. അത് വേറെ എങ്ങനെ കിട്ടും? വേറെ എങ്ങനെയും കിട്ടൂല. അതുകൊണ്ട് മഹാന്മാരായ ഫുഖഹാക്കൾ മസ്അല എഴുതി കുളിച്ചാലും ഉളു കൊടുത്താലൊക്കെ വെറുതെ തലതും ശരീരമൊക്കെ തോർത്തൽ കറാഹത്താണ്.
ഓക്കെ. ഫാനൊക്കെ പുതിയ കണ്ടെത്തലല്ലേ? സത്യത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ. പിന്നെ വേറെ വഴിയില്ല, നേരത്തെ പറഞ്ഞ കണക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നതാണ്. അറിഞ്ഞ ഇതൊന്നും അടുപ്പിക്കൂലല്ലോ നമ്മൾ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കണമല്ലേ. ഉണങ്ങും, അല്ലാണ്ട് തന്നെ ഉണങ്ങും. നമുക്ക് നിങ്ങൾ നാളെ ഒന്ന് ട്രൈ ചെയ്യും. ഞാൻ ഏതായാലും ഒരാഴ്ച ഉണ്ട്, അതിനിടയിൽ നിങ്ങൾക്ക് ഉണങ്ങിയിട്ടില്ല എന്നോട് പറയും. അപ്പോൾ വേറെന്താ സൂക്കേടുണ്ട് നിങ്ങൾക്ക് വെള്ളം ശരീരത്തിൽ ഉണങ്ങുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് രാവിലെ ചെയ്യലാണ് നല്ലത്. കുളിക്കാനും രാവിലെയാണ് നല്ല സമയം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പഴം കഴിക്കാനും, നേരത്തെ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുമ്പാണ്. ഫജ്റു സാദിഖിൻ്റെ സമയമാണ്. എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന സമയം പ്രഭാതത്തിൽ, അതായത് പൂർവ്വ പ്രഭാതം എന്ന് പറയും, ഏർലി മോർണിംഗ് എന്ന് പറയും, ഫജ്റു സാദിഖ് എന്ന് പറയും. ഭാരതീയരൊക്കെ അതിന് ബ്രഹ്മമുഹൂർത്തം എന്നാ പറയാം, ബ്രഹ്മമുഹൂർത്തം എന്നാ പറയാം. ഏതൊരു വസ്തുവിൻ്റെയും ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത്. രോഗം മാറാൻ മരുന്ന് കഴിക്കാൻ തിബ്ബുൻ നബവി പറയുന്ന സമയം സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാ. മനസ്സിലാവുണ്ടോ? രോഗം മാറാൻ മരുന്ന് കഴിക്കാൻ വേണ്ടി തിബ്ബുൻ നബവി സജസ്റ്റ് ചെയ്യുന്ന ടൈം, നിർദ്ദേശിക്കുന്ന സമയം രാവിലെ 4 മണി, 5 മണി, 6 മണി, 7 മണിക്ക് ക്ലോസ്. പിന്നെ മരുന്നില്ല. ഈ ഒരു സിസ്റ്റമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 7 സമയങ്ങളെ ഫേസ് ചെയ്യുന്നു, അഭിമുഖീകരിക്കുന്നു. ഇപ്പം മഗ്‌രിബും ഇശാവും പോലെ ഒരു മനുഷ്യൻ ശാരീരികമായി ഏറ്റവും സൂക്ഷിക്കേണ്ട സമയം ഏതാ? അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമാണ്. അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലാണ് ഏറ്റവും കൂടുതൽ അപകടം വരാൻ സാധ്യതയുള്ളത്, മാനസിക രോഗം വരാൻ സാധ്യതയുള്ളത്, തലരോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലാണ്. മിക്ക ആളുകൾക്കും മാനസിക രോഗം പിടിക്കണം ആ സമയത്താണ്. ഓക്കെ, എന്നതുപോലെ ഏറ്റവും നമുക്ക് ഗുണം കിട്ടുന്ന സമയം ഏതാ? സുബ്ഹിൻ്റെ മുമ്പുള്ള 4 മണിൻ്റെയും 5 മണിൻ്റെയും ഇടയിലുള്ള സമയം. ആ സമയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ പ്രകാശത്തെ ചൊരിഞ്ഞേറണം, പ്രകാശമയമാക്കണം. രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന നരമ്പുകളിലൂടെ സഞ്ചരിക്കുന്ന രക്തത്തിൽ പ്രകാശ ഗുണമുള്ളതാവണം. രക്തത്തിൽ ഇരുട്ട് കയറലാണ് രോഗം. അൽ മറളു ദുൽമത്തുൻ, രോഗമെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അശ്ശിഫാഉ നൂറാനിയത്തുൻ, ഷിഫ എന്ന് പറഞ്ഞാൽ പ്രകാശവൽക്കരണമാണ്. ലോകത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ വിസ്മയിപ്പിച്ച 17ാമത്തെ വയസ്സിൽ ഏറ്റവും വലിയ നോബൽ സമ്മാനം നേടിയ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാൻ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി 17ാമത്തെ വയസ്സിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാനാണ്. 17ാമത്തെ വയസ്സ്. പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് അദ്ദേഹത്തിന് നൽകി. പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു. ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ശരീരത്തെ നിങ്ങൾ പ്രകാശമുള്ളതാക്കുക, പ്രകാശ ഗുണമുള്ളതാക്കുക. എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ പഴം രാവിലെ കഴിക്കുക. പഴത്തിൽ, വെള്ളത്തിൽ. ഇപ്പം നമ്മളൊക്കെ നാട്ടിലൊരു വിശ്വാസമുണ്ട്. നമ്മളെ തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ഉണ്ട്. ഞാൻ തളിപ്പറമ്പിലാണ്, നമ്മളെ കുപ്പത്തിനടുത്ത് കുറ്റിയേരിയാണ് ഞാൻ, മനസ്സിലാക്കണം. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കേട്ടത് ഈ ഹജ്ജ് പെരുന്നാളിൻ്റെ അന്ന്, അതായത് ദുൽഹിജ്ജ 10-ൻ്റെ അന്ന് രാവിലെ കോരുന്ന ആദ്യത്തെ ഒരു തൊട്ടി വെള്ളം സംസമാണ്. വേറെ ഏത് നാട്ടിലൊക്കെ പറയാറുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിക്കാൻ അവസരം കിട്ടുകയും ഓരോ സമയത്തിൻ്റെയും ഗുണങ്ങൾ വേറെ വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും രാവിലെ കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട്. ഫോട്ടോബയോണിക് ഇഫക്റ്റ്, ശരീരത്തിന് ആവശ്യമുള്ള പ്രകാശ ഗുണം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് ഈ രാവിലെ കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിനാണെന്ന് പഠിച്ചപ്പോഴാണ് പഴയ പെണ്ണുങ്ങന്മാർ പറഞ്ഞ ഈ കാര്യം എനിക്ക് ബോധ്യമായത്. എന്താണ്? രാവിലെ അന്ന് കോരുന്ന വെള്ളത്തിന് സംസം പോലെയാണ്. ഞാൻ എൻ്റെ ഗുരുനാഥനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ ആ ഗുണം വെള്ളത്തിനുണ്ട്. ഏത്? സംസമിൻ്റെ ഗുണം. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം രാവിലെ കോരിയെടുത്ത വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചു, രാവിലെ വെള്ളമല്ലേ? അങ്ങനെ ഒരു വിശ്വാസം